നിങ്ങൾ കാശ് മേടിച്ചെന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഗ്രൂപ്പിസത്തിന്റെ കാര്യം പറഞ്ഞു. അല്ല നിങ്ങൾ കാശ് മേടിച്ചത് ഞാൻ നിങ്ങളുടെ കാശ് മേടിച്ച് ഞാൻ എവിടെ കാശ് മേടിച്ചു? ഞാൻ കാശ് മേടിച്ച് ഞാൻ പറഞ്ഞില്ല. ഇവന്മാർ പറഞ്ഞു കേട്ടോ. നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞേ ഞാൻ നിങ്ങളെ കാശ് മേടിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ഇവർ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞു ഇവരെന്തെങ്കിലും പറഞ്ഞു ഇവര് മേടിച്ചെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ പറഞ്ഞുകൊണ്ടാക്കി കുഴപ്പമൊന്നുമില്ല. പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞത് കേട്ടാ മേലെ സാബു ഞാൻ പറയണം. മേലെ പപ്പഞ്ചി കാശ് മേടിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞിട്ടില്ല. ശമ്പളം പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഇവിടെ പിന്നെ ഗ്രൂപ്പ് ജഗേഷനും പപ്പനും ഇവിടെ ശമ്പളം പറ്റി എന്റെ പണി ഞാൻ പറഞ്ഞു നമ്മുടെ പാർട്ടിയുടെ മൊത്തം കാര്യം പറഞ്ഞു. പപ്പനും ജഗേഷനും ഞാൻ എന്താ പറഞ്ഞത് മനസ്സിലാക്കി. പപ്പനും ജഗേഷനും കാശ് മേടിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ പറ്റി പറഞ്ഞല്ല. ഞാൻ പറഞ്ഞ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞ ഇവിടെ ഞാൻ പറഞ്ഞ ഇവിടെ ഞാൻ കലേഷാണ് പറഞ്ഞത്. ഞാൻ അവസാനമായിട്ട് പറഞ്ഞു നടന്ന അത് ശരിയായില്ല. ഞാനേ എടാ എനിക്ക് ഇത്തോടെ പറയാത്ത കാര്യം പറയാതെ ഞാൻ എന്റെ വീട്ടിൽ നിങ്ങൾ പൈസ മേടിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഗ്രൂപ്പാകുന്നത് ശമ്പളം മേടിക്കാൻ ഒരു ഗ്രൂപ്പിന് ഏത് ഗ്രൂപ്പാണ്? ഞാൻ എടാ എനിക്ക് ഇത്തോളം വിഷു 3-4 ലക്ഷം രൂപ ഉണ്ടാക്കണേ. ഞാനാണ് ഇലക്ഷൻ പറഞ്ഞ് നടക്കണോ? ഇതൊക്കെ ജീവിതത്തിന്റെ കോഞ്ഞാട്ട കുത്തിക്കുന്ന സമയമാണ് ഞങ്ങൾക്ക്. നിന്നെപ്പോലുള്ള അരപ്പാളികൾ നടന്ന് പറയണത് മനസ്സിലാ? ജീവിതത്തിന്റെ സംഘത്തിന്റെ അവിടെ കലേഷ് ചേട്ടാണ് അവിടെ ജീവിതത്തിലെ ഞാനൊക്കെ സംഘത്തിന്റെ നില വിട്ടു നിൽക്കുന്ന സമയം ഞാൻ ഇന്നലെ മണിക്കാണോ നീയൊക്കെ വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോ ഈ ലോകം മുഴുവൻ നടന്ന് എന്റെ പാർട്ടി പ്രസിഡന്റ് ഞാൻ എന്റെ സ്വന്തം ബൂത്തിന്ന് 3 മണിവരെ പ്രവർത്തനോട് എന്നിട്ടാ പോണത്. നീയൊക്കെ ഈ പാർട്ടി എടുത്ത് പറഞ്ഞ് നടക്കണത്. നീ പറഞ്ഞല്ലേ 25 വർഷം ഞാൻ ശാഖ ഏത് 25 വർഷമാണ് ഞാൻ പറഞ്ഞൊന്നുമില്ല. നമസ്കാരം. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വന്ന് ഇറങ്ങിയ സമയം മുതൽ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി BJP നേതൃത്വം പല കരുക്കളും നീക്കുന്നു എന്നുള്ള വാർത്ത ക്രൈമിന് കിട്ടിയിരുന്നു. അത് പലതവണ ക്രൈം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ആലപ്പുഴ BJP പ്രസിഡന്റ് ഗോപകുമാർ തന്നെ ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്നതിന് പകരം മാവേലിക്കരയിലാണ് പോയി പ്രവർത്തിച്ചിരുന്നത്. അവസാനം വലിയ വഴക്കും വക്കാണവുമായപ്പോൾ പ്രതിഷേധവുമായപ്പോൾ അവസാനം തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നേതൃത്വം എല്ലാ മേഖലകളിലും നിസ്സംഗതാഭാവത്തോടെ പ്രവർത്തിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കത്തിക്കയറുകയായിരുന്നു. ആ കയറുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ബഹളമുണ്ടാക്കുകയും വോട്ട് ചെയ്യാനെത്തിയ അണികളെ ഓട്ടിക്കുകയും ചെയ്യുക എന്നുള്ള തന്ത്രമാണ് BJP നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ തുടക്കത്തിൽ കൊടുത്തുള്ള ഇലക്ഷൻ ദിവസം ഒരു നേതാവ് നടത്തുന്ന അടിയാണ് കണ്ടിട്ടുള്ളത്. അതിൽ അന്ന് പരിഭ്രാന്തരായ ആളുകൾ വോട്ട് ചെയ്യാതിരിക്കട്ടെ, BJP നേതൃത്വം അണികൾ നിസ്സംഗരാവട്ടെ എന്നുള്ള തന്ത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ കത്തിക്കയറി എല്ലാ മേഖലകളിലും കടന്നു കയറി ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ആലപ്പുഴ എല്ലാ മേഖലകളിലും എന്ന് പറഞ്ഞാൽ കായംകുളത്ത് ഹരിപ്പാടും 2ാം സ്ഥാനത്തെത്തി. കായംകുളത്ത് 2ാം സ്ഥാനത്ത് എത്തുക മാത്രമല്ല പാർട്ടി CPM എന്ന പാർട്ടി ഉടലെടുത്ത സ്ഥലത്ത് പോലും ഏറ്റവും മുൻപന്തിയിലെത്തി. കായംകുളത്തും ഹരിപ്പാടും 2ാം സ്ഥാനത്തെത്തുമ്പോൾ CPM 3ാം സ്ഥാനത്താണ്. അമ്പലപ്പുഴയിൽ ഇഞ്ചോടിഞ്ച് പോരാഞ്ചാട്ടമാണ് നടന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും വൻ വോട്ട് വർധനമാണ് ഉണ്ടാക്കിയത്. ഇത് ശോഭാ സുരേന്ദ്രൻ്റെ മാത്രം കഴിവാണ്. അവരുടെ തീപ്പരി പ്രസംഗങ്ങൾ മാത്രമല്ല, ആളുകളെ ചേർക്കാനുള്ള, ആളുകൾ കൂട്ടിയോജിപ്പിക്കാനുള്ള, ആൾക്കൂട്ടമുണ്ടാക്കാനുള്ള, BJP അണികളെ മാത്രമല്ല മറ്റുള്ള മേഖലകളിൽ നിന്നുള്ള വോട്ട് പിടിക്കാനുള്ള,
അവരുടെ തന്ത്രം മറ്റുള്ള ഒരു നേതാവിനും കേരളത്തിലില്ല എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ തവണ ആറ്റിങ്ങലായിരുന്നു അവർ മത്സരിച്ചിരുന്നത്. അവർ 2,80,000 വോട്ടാണ് അവർ നേടിയെടുത്തത്. ഇതേപോലെ തന്നെ പാലക്കാട് 40,000 50,000 വോട്ടുണ്ടായ സ്ഥലത്ത് 1,60,000 വോട്ടുകളാണ് വർദ്ധിപ്പിച്ചിട്ടാണ് അവർ അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് ആ സ്ഥലത്തേക്ക് സീറ്റ് പിന്നെ കൊടുക്കാറില്ല. ആ സ്ഥലത്ത് മറ്റു നേതാക്കന്മാർ കയ്യേറുകയാണ് പതിവ്. എന്തിനാ ആറ്റിങ്ങലിൽ മുരളീധരൻ ജയിച്ചത് എങ്ങനെയാണ്? ഇപ്പോൾ ഇത്രയും പറഞ്ഞു വന്നത്, ഇലക്ഷനിൽ കേരളത്തിൽ ഇത്രയധികം BJPക്ക് പേരും പ്രശസ്തിയും വിവാദങ്ങളും ഉണ്ടാക്കി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ അവസാനം EP ജയരാജൻ്റെ വിഷയം കൊണ്ടുവന്നതോടുകൂടി BJPക്ക് ഉണ്ടായുള്ള നേട്ടങ്ങൾ എത്രയാണെന്ന് വിളിച്ചു പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഉന്നതിയിലാണ്. അത്രയും വലിയ ഇഷ്യൂസാണ് അവസാനം അവർ പൊട്ടിച്ചിട്ടുള്ളത്. EP ജയരാജൻ്റെ ഒറ്റ ഇഷ്യൂ ആണ് മാർക്സിസ്റ്റ് പാർട്ടിയെ തകർത്ത് കളഞ്ഞത്. അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ നിറഞ്ഞു നിന്നു. എന്നാലിപ്പോഴത്തെ ആലപ്പുഴയിൽ ഈ ശോഭാ സുരേന്ദ്രനെ വെട്ടിമാറ്റിയിരിക്കുന്നു. ഇന്ന് നടന്ന ഒരു ചടങ്ങിൽ ഇന്ന് ആലപ്പുഴയിൽ നടന്ന ഒരു ചടങ്ങുണ്ട്. ഭരണഘടന അട്ടിമറിയും കോൺഗ്രസിൻ്റെ ജനാധിപത്യ ധ്വംസനവും ജാഗ്രതാ സദസ്സ് ജൂൺ 25 ഉച്ചയ്ക്ക് 3 മണിക്ക് നന്ദാവനം ഓഡിറ്റോറിയം SN പുരം ആണ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശാണ് ഉദ്ഘാടനം ചെയ്തത്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. ഇതിനകത്ത് ശോഭാ സുരേന്ദ്രൻ്റെ പേര് വെട്ടിമാറ്റിയിരിക്കുന്നു. എവിടെയും BJP ഇല്ലെങ്കിൽ അവിടെ അടിത്തറ പാകി ഡെവലപ്പ് ചെയ്ത് ആ പ്രദേശം മുഴുവൻ BJPയുടെ മണ്ണാക്കി മാറ്റി. അവിടെ വളക്കോറുള്ള മണ്ണാക്കിയ സ്ഥലങ്ങളിലെല്ലാം ശോഭാ സുരേന്ദ്രനെ വെട്ടിമാറ്റുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ആറ്റിങ്ങലും പാലക്കാടും ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോഴിതാ ആലപ്പുഴയിൽ നടന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന തീപ്പൊരി പ്രാസംഗിക കഷ്ടപ്പാടുകളിൽ നിന്നും ഉയർന്ന് ഇന്ന് നാഷണൽ ലെവൽ വരെ എത്തിയിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ഒറ്റ നേതാവ് മാത്രമാണ് അവിടെ അവസാനം പ്രസംഗിക്കാൻ എത്തിയിട്ടുള്ളത്, അമിത്ഷാ മാത്രം. അവിടെ മോദി വന്നിട്ടില്ല. മോദി 3 തവണയാണ് തൃശ്ശൂരിൽ വന്നത്. തിരുവനന്തപുരത്ത് മോദി വന്നു, എന്നാൽ ആലപ്പുഴയിൽ മോദി വന്നിട്ടില്ല. എന്നിട്ട് പോലും സ്വന്തം കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അണികളെ മുഴുവൻ ഇളക്കിമറിച്ച് അവർ ആവേശം നൽകി 3 ലക്ഷത്തോളം വോട്ടുകൾ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമൊന്നുമല്ല. സുരേഷ് ഗോപി 5 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് തൃശ്ശൂരിൽ 1,18,000 വോട്ട് കൂടുതലായി പിടിച്ചെടുത്തെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ 1,11,000 വോട്ടാണ് വെറും 50 ദിവസം കൊണ്ട് പിടിച്ചെടുത്തത്. എന്തിന്? ആറ്റിങ്ങലിൽ അവർ വരുമ്പോൾ 60,000 വോട്ട് മാത്രമുള്ള ആറ്റിങ്ങൽ അവർ 2,80,000 വോട്ടിലേക്ക് കുതിക്കുവാൻ വെറും 30 ദിവസം മാത്രമാണ് സമയമെടുത്തതെന്ന് എന്നോടിന്ന് BJPയുടെ അവിടുത്തെ നേതാക്കന്മാർ പറയുകയുണ്ടായി. അതെ, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ തീപ്പരി പ്രാസംഗിക എന്നുള്ള പേരിൽ എന്നുപരി പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ആ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്നത് വഴി ഉണ്ടായിട്ടുള്ള മുന്നേറ്റമാണ് കേരളത്തിൽ BJPക്ക് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ സുരേന്ദ്രനും അതേപോലെ V മുരളീധരനും പിണറായി വിജയനും ചേർന്ന് യൂസഫ് അലിയുമായി ചേർന്ന് കഴിഞ്ഞ കുറേ കാലമായി BJPയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ നശിപ്പിച്ച് പൂർണ്ണമായി നാശത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന സന്ദർഭത്തിലാണ് കേന്ദ്ര നേതൃത്വം കേരളത്തിലെ BJPയുടെ തലയ്ക്ക് മുകളിലൂടെ സുരേഷ് ഗോപിയെ തൃശ്ശൂരിലും രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്തും ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിലും സ്ഥാനാർത്ഥികളാക്കി മാറ്റിയത്. അതിൻ്റെ വിജയമാണ് തെക്കൻ മേഖലയിൽ BJPക്കുണ്ടായ കുതിച്ചുകയറ്റം. ഒറ്റയടിക്ക് വോട്ട് വർധനവുണ്ടായി, 20% വോട്ട് വർധനവുണ്ടായി. ഈ 3 സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളും ശോഭാ സുരേന്ദ്രൻ്റെ നിത്യേനയുള്ള സോഷ്യൽ മീഡിയയുള്ള ശക്തമായ പ്രചരണവും പിണറായി വിജയനെതിരെയുള്ള കത്തിപ്പടർന്ന പ്രസംഗങ്ങളും അതാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ BJP ഇത്ര നേട്ടമുണ്ടാക്കി കൊടുത്തത്. നമുക്കറിയാം, നരേന്ദ്രമോദി 20 തവണയോളം തമിഴ്നാട്ടിൽ വന്ന് പ്രസംഗിക്കാൻ വന്നു, കേരളത്തിൽ വന്നു, പലതവണ വന്നു. ആകപ്പാടെ ഈ 2 സ്ഥലങ്ങളും കൂടെ 1 സീറ്റല്ലേ കിട്ടിയുള്ളൂ. എന്നാൽ ശോഭാ സുരേന്ദ്രൻ്റെ അടുത്ത് നരേന്ദ്രമോദി വന്നിട്ടുണ്ടോ? ഇല്ല. ആലപ്പുഴയിൽ നരേന്ദ്രമോദി വരാതെ തന്നെ അവർക്ക് വോട്ട് എത്രമാത്രം കൂടി? 3 ലക്ഷത്തോളം വോട്ടുകളായിട്ടാണ് കൂടി. 1,11,000 വോട്ടുകളാണ് അവിടെ വർദ്ധിച്ചുള്ളത്. അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രനെ പൂർണ്ണമായും വെട്ടിമാറ്റിക്കൊണ്ടാണ് ഇന്ന് ആലപ്പുഴയിൽ അവരോട് നന്ദികേട് കാണിച്ചത്. അതായത് അവരെ എല്ലാ തരത്തിലും
മോശപ്പെടുത്തുക, അവരെ ഒന്നുമല്ലാതാക്കുക, അവർ കഷ്ടപ്പാടും ത്യാഗവും ചെയ്ത് ആലപ്പുഴയിൽ BJP ഇത്ര ശക്തമായ മുന്നേറ്റം കാഴ്ചവെപ്പ് നൽകിയ ശേഷം അവരെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നുള്ള തന്ത്രത്തിൻ്റെ പിന്നിൽ കെ സുരേന്ദ്രൻ, വി മുരളീധരനുമാണെന്നുള്ള കാര്യം 100% സത്യമാണ്. അല്ല എങ്കിൽ ഒരു സാമാന്യ മര്യാദയുള്ള പാർട്ടിയാണെങ്കിൽ, ഒരു സാമാന്യ നീതിയുള്ള പാർട്ടിയാണെങ്കിൽ ആ നീതി പ്രകാരം ശോഭാ സുരേന്ദ്രനോട് നീതി പുലർത്തേണ്ടതാണ്. ആലപ്പുഴയിലെ ഇന്നത്തെ സമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രനെ മുഖ്യാതിഥിയായി ക്ഷണിച്ചുകൊണ്ട് അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടത്തിയിരുന്നെങ്കിൽ അത് വലിയ ഒരു നേട്ടമായി മാറിയിരുന്നേനെ. അവരോടുള്ള അവർ ചെയ്ത കഷ്ടപ്പാടിനും അവർ ചെയ്ത ത്യാഗത്തിനുമുള്ള ഒരു അംഗീകാരമായി തീർന്നിരുന്നേനെ. എന്നാൽ അവരോട് എല്ലാ തരത്തിലും നന്ദികേടാണ് അവരെ വെട്ടിമാറ്റിക്കൊണ്ട് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.